ഹായ് ഓൾ, ഐ+ൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ JCIയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്, അല്ലെ 5 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെല്ലാം വളരെ സിമ്പിളായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 5 ക്വസ്റ്റ്യൻ കൂടി ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോകാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ എന്താണ് ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് കോപ്പറേഷനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സഹകരണത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. ഓക്കെ, നമ്മുടെ ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂൾ എന്നാണ് ചോദ്യം. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം അല്ലേ. ഓപ്ഷൻ എയിൽ പറയുന്നു 5 അല്ലേ, ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി പറയുന്നു 6, ഓപ്ഷൻ സി 7, ഓക്കെ, ഓപ്ഷൻ ഡി 9 അല്ലേ. അപ്പോൾ ഏതിലാണ് വരിക എന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഈ എക്സാമിന് പോകുമ്പം നിങ്ങൾ വളരെ വിശദമായിട്ട് ഉദ്ദേശിച്ച് നോക്കിയേക്കണം. കാരണം കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കോപ്പറേഷൻ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7 ആൻഡ് ഓപ്ഷൻ ഡി 9. ആൻസർ ഏതാ വരിക? എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എന്താണ്? 7th ഷെഡ്യൂളിലാണ് കേട്ടോ. എവിടെയാണ് ആലോചിച്ച് നോക്കിയേ. 7th ഷെഡ്യൂൾഡ്, സഹകരണത്തെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 7th ഷെഡ്യൂൾഡിലാണ് എന്ന് ഓർത്ത് വെക്കുക. കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7ാമത്തെ ഷെഡ്യൂളിലാണ് നമ്മുടെ സഹകരണത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് ഇംപ്ലിമെൻറ്റഡ് ടു ഓപ്പറേഷൻ ഫ്ലഡ്. വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ഓപ്ഷൻ എ അമൂൽ, ഓപ്ഷൻ ബി NDDB അല്ലേ, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്, അമൂൽ അല്ലേ. ഓക്കെ, പിന്നെ മിൽമ, ഓപ്ഷൻ സി NCDC. ഓക്കെ, ഏതായിരിക്കും ആൻസർ വരിക? അപ്പോൾ അതിന് നമുക്ക് NCDC നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലേ. NCDC എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇത് വളരെ വിശദമായിട്ട് പഠിച്ചിട്ട് പോകണം അല്ലേ. NDDB ആണ്, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ് കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് NDDB മുഖാന്തരമാണ്, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. NDDB വന്ന വർഷം ഓക്കെ 1965 അല്ലേ NDDB വന്നത്. NDDB ആക്ട് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. NDDB വന്നത് സാധാരണ ആക്ട് തലേ വർഷവും പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ പിറ്റേ വർഷമായിരിക്കും വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ NDDB വന്നത് 1965 NDDB ആക്ട് കേട്ടോ ഓർത്തോണേ. NDDB ആക്ട് വന്ന വർഷം ഏതാണ്? NDDB ആക്ട് വന്ന വർഷം 22 വർഷത്തിന് ശേഷമാണ് കേട്ടോ. 1987, 22 വർഷം. അതായത് NDDB നിലവിൽ വന്ന് 22 വർഷത്തിന് ശേഷം 1987 NDDB ആക്ട് വന്നത്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പഠിക്കുമ്പോഴെല്ലാം എന്താ പറയുക, സാധാരണ എല്ലാ ആക്ട് എന്താണ് തലേ വർഷം, ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഓർഗനൈസേഷൻ പിറ്റേ വർഷം. അപ്പോൾ നമ്മളൊരിക്കലും ഉറപ്പായിട്ടും NDDB വന്നു കഴിയുമ്പോൾ NDDB ആക്ടിനെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ 1965 NDDB പഠിക്കുന്നു. ഉറപ്പായിട്ടും ഓപ്ഷനിൽ എന്താണ് 1964 ഉണ്ടാവും. പൊതുവേ കുട്ടികളുടെ ഒരു എക്സാം എഴുതുമ്പോൾ എന്താണ് നമ്മൾ അതിൽ ലോക്കായി പോകരുത് കേട്ടോ. അപ്പോൾ ഓർത്ത് നോക്കുക, NDDB 1965, NDDB ആക്ട് വന്ന വർഷം 1987. ഈ സെയിം കാര്യം തന്നെയാണ് RRBയിലും അല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുവാണ്. RRB ആക്ട് വന്നതും പിറ്റേ വർഷമാണ് അല്ലേ. ഓക്കെ, 1975 RRB, 1976 RRB ആക്ട് വന്നത്. RRB ആക്ട് വന്നത് ഓർത്ത് നോക്കുക, പിറ്റേ വർഷം. സാധാരണ പ്രീവിയസ് ഇയറിലായിരിക്കും ആക്ട് വരിക, പക്ഷേ ഇവിടെ ഈ 2 സാഹചര്യങ്ങളിൽ ആക്ട് പിന്നീട് ആണ് വന്നതെന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ഓഫ് ഇന്ത്യ ഹാസ് ഇൻകോർപ്പറേറ്റഡ് ഡാഷ് ഇൻ ഇറ്റ്സ് സെക്കൻഡ് ഷെഡ്യൂൾ. പിന്നെ സെക്കൻഡ് ഷെഡ്യൂൾ ഏതാണെന്ന് ഓപ്ഷൻ അല്ലേ. ഓപ്ഷൻ എ കോപ്പറേറ്റീവ് വാല്യൂസ്, ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. പിന്നെ ആൻസർ വരിക ഏതാണ്? സെക്കൻഡ് ഷെഡ്യൂളിൽ ഏതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പറേറ്റീവ് വാല്യൂസോ പ്രിൻസിപ്പിൾസോ ഒന്നും അല്ലല്ലേ, വാല്യൂസും പ്രിൻസിപ്പിൾസ് ഒന്നും അല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക നൺ ഓഫ് ദ എബവ് ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം. ജസ്റ്റ് നമ്മൾ ഈ മൾട്ടി സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടി സ്റ്റേറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, അതിൻ്റെ സെക്ഷൻസിനെ പറ്റി എത്ര സെക്ഷനുകളുണ്ട്, ഓരോ സെക്ഷനും പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ നിലവിലെ CSEB എക്സാമിനാണെങ്കിലും ഈ മൾട്ടി സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൾട്ടി സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കണം. നമ്മൾ ആപ്പിൽ അതിൻ്റെ ക്ലാസ്സുകൾ വളരെ വിശദമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് എന്താ പറയുക, ഇൻ ഡിസംബർ 2009 ദ യുണൈറ്റഡ് നേഷൻസ് ഡിക്ലെയർഡ് ഡാഷ് ഇയർ ആസ് ദി ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്. അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടല്ലേ
UN ഡിക്ലെയർ ചെയ്ത് ഏത് വർഷമാണ്? 2009 കേട്ടോ. ഡിസംബർ 2009 UN ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, UN ഡിക്ലെയർ ചെയ്യുന്നത് എന്നാണ്? 2009 ഡിക്ലെയർ ചെയ്യുകയാണ്. എന്താണ്? അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട്. ഏത് വർഷത്തെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്? അപ്പം ഏത് വർഷമാണ് അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതെന്ന് ഓർത്ത് നോക്കാം അല്ലേ. ഇപ്പോൾ എന്താ പറയുക നോക്കിയേ, ഏത് വർഷം? ഓപ്ഷൻ എയിൽ പറയുന്നു 2012, ഓപ്ഷൻ ബി പറയുന്നു 2010, ഓപ്ഷൻ സി പറയുന്നു 2011 ആൻഡ് ഓപ്ഷൻ ഡി 2013. അപ്പോൾ 2009 ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് അല്ലേ, ഇന്ന വർഷത്തെ ഒരു വർഷത്തെ ഏത് വർഷത്തെയാണെന്നല്ലേ, ഇന്ന വർഷത്തെ നമ്മൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 2009 UN ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും 2010 അടുത്ത വർഷം 2010 ആയിരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചേക്കരുത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ 2012, ഓപ്ഷൻ ബി 2010, ഓപ്ഷൻ സി 2011 ആൻഡ് ഓപ്ഷൻ ഡി 2013. ഇപ്പം എന്താണ്? 2012 കേട്ടോ. 2012 UN അല്ലെ എന്ത് ചെയ്യുകയാണ്? യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്യാണ്? ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് ഡിക്ലെയർ ചെയ്ത് 2012. 2009 പറഞ്ഞു, 2012 അല്ലേ. 2009 ഡിസംബർ 2009 UN ഡിക്ലെയർ ചെയ്യുകയാണ്. 2012 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് ആണെന്ന് നേരത്തെ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ 2009 ആര് ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ട് 2010 ആചരിക്കണമെന്നില്ല കേട്ടോ. ഓക്കെ, എല്ലാവരും അങ്ങനെ പോകില്ല. 2009 അപ്പോൾ അടുത്ത വർഷമായിരിക്കും എന്താണ് നമ്മുടെ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് എന്ന് ഓർത്ത് വെച്ചിരിക്കരുത്. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? 2012 ഓർത്ത് വെക്കുക. 2012 ഇതിൻ്റെ ആൻസർ വരിക. ഇനി അടുത്ത് നോക്കിയേ, ദ ഹെഡ് ക്വാർട്ടർ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഷിഫ്റ്റഡ് ടു ബ്രസൽസ് ഇൻ ബെൽജിയം. ഓക്കെ, ഓപ്ഷൻ എ 2012, ഓപ്ഷൻ ബി 2010, ഓപ്ഷൻ സി 2011 ആൻഡ് ഓപ്ഷൻ ഡി 2013. ഇപ്പോൾ ഈ ICAയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. ICA എന്താണ്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. വേൾഡ് പാർലമെന്റ് ഓഫ് എന്താണ് കോപ്പറേറ്റീവ്സ് എന്നൊക്കെ പറയാറുണ്ട്. വേൾഡ് പാർലമെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹയസ്റ്റ് അതോറിറ്റി അല്ലെ, ഹയസ്റ്റ് ഒഫീഷ്യൽ നോൺ ഒഫീഷ്യൽ ബോഡി എന്നൊക്കെ പറയാറുണ്ട്. വളരെ ഏറ്റവും അതായത് ടോപ്പ് ലെവൽ ലോകത്തിൽ സഹകരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ടോപ്പ് ലെവൽ വരുന്നതെന്ന് വെച്ചാൽ അത് ICA ആണ്. ഇന്ത്യയിലാണെങ്കിൽ എന്താണ്? NCUA ആണ് അല്ലേ. കേരളത്തിലാണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ICA ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്താണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? 19 ഓഗസ്റ്റ് അല്ലേ, ഓർത്തോണേ. 19 ഓഗസ്റ്റ് 1895. ഓക്കെ, 19 ഓഗസ്റ്റ്. ചില പുസ്തകങ്ങളിൽ 18 എന്ന് കാണാറുണ്ട് കേട്ടോ. ചില പുസ്തകങ്ങൾ എന്താണ് ചില പുസ്തകങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് 18 ഓഗസ്റ്റ് എന്ന് കാണാറുണ്ട്. അത് തെറ്റാണ് കുട്ടികളെ, നിങ്ങൾ ഓർത്തോണം. 19 ആണേ, 19 ഓഗസ്റ്റ് ആണ്, 18 അല്ല, 19 ആണ്. ഞാൻ വീണ്ടും ഇവിടെ എടുത്ത് പറയുകയാണ് കേട്ടോ. ഓക്കെ, എന്താണ് 19 അല്ലേ, 19 ഓഗസ്റ്റ് 1895 ഓർത്ത് വെക്കുക. ഓക്കെ, ഒന്നുകൂടെ എല്ലാവരും ഓർത്ത് നോക്കുക. 19 ഓഗസ്റ്റിലാണെന്ന് ഓർത്ത് നോക്കുക കേട്ടോ. 18 അല്ല, 19 ആണ്. 19 ഓഗസ്റ്റ് 1895 ICA ഫോം ചെയ്യുന്നത്. 18 അല്ല, 19 ആണ്. അങ്ങനെയെങ്കിൽ ഇത് ഫോം ചെയ്ത സമയത്ത് 1895 ഇത് ഫോം ചെയ്ത സമയത്ത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയായിരുന്നു? ലണ്ടനിലായിരുന്നു. എവിടെയായിരുന്നു ഹെഡ് ക്വാർട്ടർ? എവിടെയായിരുന്നു? ലണ്ടനിലായിരുന്നു കേട്ടോ. ഇത് ഫോം ചെയ്ത സമയത്ത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ അതായത് 1895 അല്ലേ, 1895 ഓഗസ്റ്റിൽ എവിടെയായിരുന്നു? ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ ലണ്ടനിലായിരുന്നു. ഓർക്കണം, ആദ്യത്തെ ഹെഡ് ക്വാർട്ടർ ലണ്ടനിലാണ്. അതിനുശേഷം 1982 ഓക്കെ, 1895 ലണ്ടനിലാണ്. അതിനുശേഷം 1982 ഇതിനെ ജനീവയിലേക്ക് മാറ്റി. ഓക്കെ, ഇങ്ങോട്ട് മാറ്റി ജനീവയിലേക്ക് ഹെഡ് ക്വാർട്ടർ ഷിഫ്റ്റ് ചെയ്തു. ഓർത്ത് നോക്കുക, 1895 ലണ്ടനിലായിരുന്നു, 1982 ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? ലേറ്റസ്റ്റ് ഇപ്പോൾ നിലവിലെ ICAയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. ക്ലിയർ? ബെൽജിയത്തിലെ ബ്രസൽസിലാണ് നിലവിലെ ICAയുടെ ഹെഡ് ക്വാർട്ടർ. അതെന്നാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയാലോ. ഓപ്ഷൻ എ പറയുന്നത് 2012, ഓപ്ഷൻ ബി പറയുന്നത് 2010, ഓപ്ഷൻ സി പറയുന്നത് 2011 ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് 2013. ആൻസർ ഏതാ വരിക? ആലോചിച്ച് 2013 കേട്ടോ. പുറത്തോണേ, മാറിപ്പോകരുത്. 2013 ഓർത്ത് നോക്കുക. ഓക്കെ, അപ്പം 19 ഓഗസ്റ്റ് 1895 മറക്കരുത്. ആ സമയത്ത് ലണ്ടൻ അല്ലേ, ആ സമയത്ത് എവിടെയാണ്? ലണ്ടൻ. പിന്നെ 1982 ജനീവയിലേക്ക് മാറ്റി. ജനീവ, എല്ലാവരും പറഞ്ഞ ജനീവ. പിന്നെ 2013 അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. 2013
ബെൽജിയത്തിലെ ബ്രസൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് ഓർത്ത് നോക്കുക. ICAയിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, ICAയിൽ നിന്ന് വളരെ ഞാൻ എന്താണ് 100% പറയുകയാണ്, ഒരു ചോദ്യം മിനിമം ഒരു ചോദ്യമെങ്കിലും ICAയിൽ നിന്ന് ഇൻസ്പെക്ടറിന് ചോദിക്കാം. കാരണം ICA എന്ന് പറയുന്നത് അതുപോലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമ്മൾ ഇന്നും വളരെ പ്രധാനപ്പെട്ട, അത് വളരെ സിമ്പിളായിരുന്നു അല്ലേ? കഴിഞ്ഞ പരീക്ഷ നോക്കുമ്പോൾ വളരെ സിമ്പിൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഓർക്കുക എത്രത്തോളം സിമ്പിളായിരുന്നു അന്നത്തെ ആ ഒരു എക്സാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചിട്ടയോടെ പഠിക്കുകയാണെങ്കിൽ ഈ എക്സാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം. അതിനുള്ള സമയം നമ്മുടെ മുൻപിലുണ്ട്. പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് അല്ലേ, നമുക്ക് ഒന്നായി മുന്നേറാം. നമുക്കെല്ലാവർക്കും ഒന്നായി മുന്നേറി ഈ എക്സാം വിജയിക്കാം. ഓക്കെ, താങ്ക് യു.